ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപാര രുചിയുള്ള ഈ ഒരു മെഴുക്ക് പുരട്ടി പണ്ട് നമ്മൾ സ്കൂൾ ചോറ്റുപാത്രത്തിലൊരു സ്ഥിരം കഥാപാത്രമായിരുന്നു. അപ്പം വളരെ പെട്ടെന്ന് അമ്മമാർക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. അപാര രുചിയുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ പച്ചക്കായ വെച്ചാണ് നമ്മൾ അതീവ രുചികരമായ ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നത്. തൊലി കളയണ്ട. നമ്മൾ കനം കുറച്ച് ഇതുപോലെ നീളത്തിലരിഞ്ഞ് നന്നായിട്ട് ഒലച്ച് കഴുകി അതിൻ്റെ കറയെല്ലാം കളഞ്ഞ് നമുക്ക് ഒരു പാനിലാക്കി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. തൊലിയും ഒരുപാട് ഗുണങ്ങളുള്ളതായതുകൊണ്ട് നമ്മൾ തൊലി കൂട്ടിയാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കിനി നമുക്ക് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പിടി കറിവേപ്പില. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചുവന്നുള്ളിയാണ്. ഒരു നല്ല പിടി ചുവന്നുള്ളി കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, അതുപോലെ വറ്റൽ മുളക് പൊടിച്ചെടുത്തത്, തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തതും, അതുപോലെ ഒരു കുറച്ച് വെളുത്തുള്ളി അല്ലി ചതച്ചെടുത്തത്, ഒരു 2-3 ടീസ്പൂൺ വെളുത്തുള്ളി അല്ലി. ഇനി ഇത് വേകുന്നതിനാവശ്യമായ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുവിധം വെള്ളം വേണം, കാരണം ഈ തൊലിയും കൂടെ ഉള്ളതുകൊണ്ട് ഏത്തക്കായ്ക്ക് അല്പം വേവുള്ളത് കൊണ്ട് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് അത് ഉലത്തിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രുചി. അതുകൊണ്ട് ഒരുവിധം വെള്ളം നമ്മൾ ചേർക്കണം. നല്ലൊരു കളർ കിട്ടുന്നതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയും കൂടെ നമുക്ക് ചേർക്കാം. ഇനിയെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി, നികക്ക വേണ്ട, അതിന് താഴെ നിൽക്കുന്നത് പോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അത്രയും വേകണ്ട എന്ന് ആണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെയും പകുതി വെള്ളം ചേർത്താൽ മതി. ചിലർക്ക് നന്നായിട്ട് വേകണം, ചിലർക്ക് ഒത്തിരി വേകുന്ന ഇഷ്ടമല്ല. അത് അവരവരുടെ പാകത്തിന് വേവ് തീരുമാനിക്കുക. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് മെഴുക്ക് പുരട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അല്പസമയം കൂടെ ഒന്ന് മൂടി വയ്ക്കാം. വെന്തോന്നൊന്ന് നോക്കണം. ഈ തൊലി നമ്മൾ ചേർക്കുന്നില്ലെങ്കിൽ ഇത്രയും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഏത്തയ്ക്ക തൊലിയും കൂടെ ഉള്ളത് കൊണ്ടാണ് അത്രയും വെള്ളം ചേർത്തിരിക്കുന്നത്. ഇത് വറ്റി വന്നോളും. കുറച്ച് സമയം കൂടെ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞിട്ട് മൂടി തുറന്ന് നമുക്കിതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പം അരപ്പെല്ലാം നന്നായിട്ട് കഷ്ണങ്ങളിൽ പിടിച്ച് കണ്ടില്ലേ. ഇപ്പം വെള്ളം നന്നായിട്ട് വറ്റി, ഇത് കുഴഞ്ഞൊന്നും പോകത്തില്ല. അപ്പം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പിടി ചുവന്നുള്ളിയും കൂടെ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരണം. ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ചുമന്നുള്ളിയും കൂടെ ഒന്ന് വഴന്ന് വരണം. ഈ സമയത്ത് നമ്മൾ വറ്റിച്ച് വെള്ളം തോർന്ന് ഇരിക്കുന്ന ആ ഏത്തക്കായ ചേർത്ത് കൊടുക്കാം. ഏത്തക്കായ വെച്ച് ഇങ്ങനെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോഴാണ് സൂപ്പർ രുചി. സാധാരണ നാടൻ കായകൾ കൊണ്ടും നമ്മളിങ്ങനെ മെഴുക്ക് പുരട്ടി തയ്യാറാക്കാറുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഈ പച്ചക്കറിക്കടയിൽ നിന്നൊന്നും അധികം വെജിറ്റബിൾസ് മേടിക്കാറൊന്നുമില്ല. വീട്ടിൽ സാധാരണ ഉള്ള പച്ചക്കറികളൊക്കെ ആണ് സ്കൂളിൽ നമ്മൾ പൊതിച്ചോറിന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ ഇലപ്പൊതിയിലേക്ക് ഈ മെഴുക്ക് പുരട്ടിയും അല്പം സമ്മന്തിപ്പൊടിയും ഇച്ചിരി തൈരും ഒക്കെ ഒഴിച്ച് ആ ഇലപ്പൊതി തുറക്കുമ്പോഴത്തെ ആ ഒരു മണം മതി. ഒറ്റ പാത്രം ചോറ് നമ്മൾ ഉണ്ണും. അത്രയ്ക്കും സ്വാദുള്ള കറികളായിരുന്നു അന്നൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തയ്യാറാക്കി തന്നിരുന്ന. അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വെച്ച ഒരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും മെഴുക്ക് പുരട്ടി ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനിയും പുതുരുചികളുമായി നമുക്ക് വീണ്ടും കാണാം.